പ്രേതമൊക്കെ ഉണ്ട്. നെഗറ്റീവ് എനർജി അത് നിൽക്കൊന്നുമില്ല, വന്ന് ആരും എടുത്തൊന്നും നിൽക്കൊന്നുമില്ല. അപ്പൊ പോയി നോക്കുമ്പോ എന്താ വാഴയിലായിരിക്കും, അച്ഛൻ കൊണ്ട് കാണിച്ചു തരും ഇതെന്താ സംഭവം. മനസ്സിന്റെ തോന്നലാണ്. തോന്നലാണ്. പിന്നെ ഇല്ലേ ഇപ്പൊ നമ്മൾ വിചാരിക്കും അവിടെ പ്രേതം പ്രേതമുണ്ട്, പക്ഷെ നെഗറ്റീവ് എനർജി ഉണ്ട്. അത് പ്രേതമൊന്നും അല്ല, നെഗറ്റീവ് എനർജി. ഞാൻ പറഞ്ഞില്ല, ഈ ആത്മാക്കളുടെ ആത്മാക്കളുണ്ട്. കാരണം നമ്മൾ ഇങ്ങനെ കൊല്ലുവോ, ഇപ്പൊ നമ്മൾ ചിലപ്പോൾ വീട് വെച്ച സ്ഥലം ശ്മശാന ഭൂമിയായിരിക്കും. ഒരുപാട് കുറവ് എനിക്ക് വരാറുണ്ട് അങ്ങനെ. ഇപ്പൊ നമ്മള് കൊച്ചിയിൽ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമ്മളിപ്പോ ഇങ്ങനെ റീൽസ് കാണുമ്പോഴൊക്കെ ഒരുപാട് റീൽസിൽ കാണാറുണ്ട്, എനിക്ക് കൊച്ചിയില് ഈ വീട് ഇത്ര രൂപയ്ക്ക് കിട്ടി, പക്ഷെ ആ വീട്ടില് പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അപ്പൊ അതിലൊക്കെ എന്താണ്? അപ്പൊ മുന്നേ വന്ന് താമസിച്ചിരുന്നവരുടെ ആ ഒരു എനർജി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ? അതിന്റെ ഐതിഹ്യം എന്താ? ഐതിഹ്യമാണ്. ഞങ്ങള് ബാംഗ്ലൂർ താമസിക്കുമ്പോ കോട്ടേഴ്സിലാണ്. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ ഇവർക്ക് ഇതൊക്കെ ഒരു പരിപാടി ഉണ്ട്, കമാൻഡോ ഒക്കെ ആയിരുന്നേ. അപ്പൊ അവരുടെ കൂടെയൊക്കെ പോകും, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. അപ്പൊ നമ്മളവിടെ ഇരിക്കുമ്പോൾ ഞാൻ ദേവി മഹാത്മ്യം എപ്പോഴും എന്റെ കയ്യിലുണ്ടാവും. ഇതൊന്നും ഓർത്തിട്ടില്ല, അച്ഛനൊരു മഹാത്മ്യം പണ്ട് അതെന്റെ കയ്യിലുണ്ടായിരുന്നു. ചെറുത് കീറി കീറി എന്നാലും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ എനിക്ക് തോന്നിയില്ല, ഞാൻ രാത്രി ഞാൻ എവിടെ കിടന്നാലും വിഷ്ണുലോക, വീണേടം വിഷ്ണുലോകം, ഉറങ്ങും, ഒരു ബോധം ഉണ്ടാവില്ല, ഒന്നും അറിയാറുമില്ല. ആകെ കാണുന്ന കൃഷ്ണനെ കാണാറ്. ഹനുമാൻ ഭക്തിയാണ്, പക്ഷെ കൃഷ്ണനെ കാണാറ്.